ചോദ്യം എൻ്റെ കുട്ടികളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യനുള്ള കറക്റ്റായിട്ടുള്ള ഒരു ഉത്തരവുമായിട്ടാണ് മിസ് ഇതായി ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റി എൻ്റെ കുട്ടികളോട് ചോദിക്കാൻ പോവാണ്. വേറെ ഒന്നുമല്ല, എത്ര നേരം നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ്? വേഗം തന്നെ ഇപ്പം തന്നെ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കാൻ തയ്യാറാണ് എന്നുള്ളത് കറക്റ്റായിട്ട് സത്യസന്ധമായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം മിസ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്തു എന്ന് മിസ് വിചാരിക്കുന്നു. അപ്പം ഇതിൽ നിങ്ങളൊരു 3 മണിക്കൂറിന് താഴെയാണ് നിങ്ങൾ എഴുതിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 2.5 മണിക്കൂറിനെങ്കിലും താഴെയാണ് നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫുൾ മാർക്ക് കിട്ടുക എന്ന് പറയുന്നത് ഒരിക്കലും നടക്കില്ല എന്ന് വേണമെങ്കിൽ മിസ്സിന് പറയാൻ പറ്റും. ഇനിയല്ല, ദിവസവും ഒരു 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറിന് മുകളിൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ചോദ്യം അല്ലെ, ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റുമോ എന്നതിന് ഒരു ഉത്തരമാണ്. ഫുൾ മാർക്ക് വാങ്ങിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് മിസ് ഉറപ്പ് പറയാത്തതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ? അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തുകൊണ്ടാണ് മിസ് സാധിക്കുന്നുണ്ടാവും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അല്ലേ? എന്തുകൊണ്ട് മിസ്സിന് പറഞ്ഞുകൂടാ ഈ 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറിന് മുകളിൽ പഠിക്കുന്ന എല്ലാവർക്കും നിങ്ങൾക്ക് എന്തായാലും ഫുൾ മാർക്ക് കിട്ടുമെന്ന് എന്തുകൊണ്ടാണ് മിസ് പറയാത്തതെന്ന് ചോദിച്ചാൽ അതിന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻസർ ഉള്ളൂ. നമുക്കറിയാം, നമ്മൾ മനുഷ്യന്മാരാണ്, മനുഷ്യന്മാരെല്ലാവരും ഡിഫറെൻ്റ് ആണ്. അപ്പം ഇത്ര മണിക്കൂർ പഠിക്കുക എന്ന് പറയുന്നത് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ ചിലപ്പം അല്ലേ, ഈ പഠിക്കുന്ന മക്കളെന്ന് പറയുന്നത് പല രീതിയിലായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്കറിയാം, നമ്മുടെ എക്സാംസ് വളരെ അടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാംസ് അടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അല്ലേ ഒന്നും പഠിക്കാത്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് അവരുടെ കഴിവിനനുസരിച്ചിട്ടും അല്ലേ അതാണ് ഇരിക്കുക. അപ്പോൾ അതായത് അവരെങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്, അപ്പോൾ ഈ 3 മണിക്കൂർ പഠിക്കുന്നത് എങ്ങനെയാണ് എന്നതിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. അപ്പം കൃത്യമായിട്ട് ചാപ്റ്റേഴ്സൊക്കെ അത്യാവശ്യം നന്നായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും, അവരുടെ പോർഷൻസ് തീരാൻ എളുപ്പമായിരിക്കും അല്ലേ? അപ്പോൾ ഈ സമയം കൊണ്ട് പെട്ടെന്ന് എല്ലാം തീരും. പിന്നെ ചില ആൾക്കാരുണ്ടല്ലേ, അതായത് ഇപ്പോൾ 3 മണിക്കൂർ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ചിലപ്പോൾ അവിടെ 2 ചാപ്റ്റർ തീർക്കാൻ പറ്റും. പക്ഷെ ചില കുട്ടികളുണ്ടല്ലേ, അവർ സ്ലോ ആയിട്ടാണ് പഠിക്കുക. അതൊരിക്കലും പഠിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടൊന്നുമല്ല, പക്ഷേ അവർക്ക് പഠിക്കാനുള്ള സമയം എന്ന് പറയുന്നത് കുറച്ച് കൂടുതൽ എടുക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചാണ് അതിൻ്റെ റിസൾട്ടിലേക്ക് വരിക. പക്ഷേ മിസ്സിന് പറയാൻ പറ്റും, നിങ്ങൾക്ക് ഇത്രയും എഫേർട്ട് ഇടാനുള്ള ഒരു മനസ്സുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 3 മണിക്കൂറിലും കൂടുതൽ ഈ പരീക്ഷ വരുന്നത് വരെ അല്ലെങ്കിൽ പരീക്ഷകളിലെല്ലാം നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാനുള്ള ഒരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നേടാൻ വേണ്ടി പറ്റും, നിങ്ങൾ നന്നായിട്ട് ശ്രമിച്ചാൽ എന്ന് മിസ്സിന് പറയാൻ പറ്റും. ഇനി നമ്മൾ വീഡിയോയുടെ മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഈ 3 മണിക്കൂറിൽ കൂടുതൽ പഠിക്കാൻ തയ്യാറായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും 3 മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ 3 മണിക്കൂറിനേക്കാൾ കൂടുതൽ പഠിക്കാൻ തയ്യാറാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇനിയുള്ള കാര്യങ്ങൾ മിസ് പറയുന്നത്. ഇനി അല്ല മിസ്, എനിക്ക് 3 മണിക്കൂറൊന്നും പഠിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാമെന്നാണ് മിസ്സിന് പറയാനുള്ളത്. പക്ഷേ നിങ്ങൾ പഠിക്കാനുള്ള ഒരു ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇനിയുള്ള വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം. ഇനി എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക, നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ തന്നെ ഈ 3 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറിന് മുകളിൽ നിങ്ങൾ പഠിച്ചു നോക്കുക. അപ്പോൾ ഇനി ഫുൾ മാർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഈ ഒരു 3 മണിക്കൂർ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഓൺ എക്സാമിനും ക്രിസ്മസ് എക്സാമിനും കുറേ ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലേ, ആ ചാപ്റ്റർ നിങ്ങൾക്ക് 3 മണിക്കൂർ കൊണ്ട് പോലും ആ ചാപ്റ്റർ പോലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും നിങ്ങൾക്ക് 3 മണിക്കൂർ പോരാ പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഓൾറെഡി നമ്മൾ മുമ്പ് പഠിച്ചു പോയിട്ടുള്ള ഒരു ചാപ്റ്റർ പഠിക്കാൻ പോലും നിങ്ങൾക്ക് ഈ 3 മണിക്കൂർ തികയുന്നില്ല എന്നാണ് തോന്നുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ സമയം കൂട്ടേണ്ടതുണ്ട്, നമ്മൾ പഠിക്കുന്ന എഫേർട്ട് കൂട്ടേണ്ടതുണ്ട്, നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കണം. അപ്പം നമ്മൾ പഠിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ റിയലൈസേഷൻ ഉണ്ടാക്കേണ്ടത്, നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി അല്ല, ഈ 3 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഒരു 2 ചാപ്റ്ററൊക്കെ തീർക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ പഠിച്ച ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ആ 2 ചാപ്റ്റേഴ്സൊക്കെ തീർക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് ഈ 3 മണിക്കൂറിൽ നിന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ആ ഒരു സമയം തന്നെ വെച്ച് പോയാൽ മതി. ഇനി ചില ആൾക്കാരുണ്ടാവില്ലേ, അതായത് നമ്മളിങ്ങനെ പഠിക്കുന്നുണ്ട്, ഇപ്പോൾ നമുക്ക് നമ്മളുടെ ക്രിസ്മസ് എക്സാംസ് കഴിഞ്ഞു, നമ്മളുടെ ഫൈനൽ എക്സാംസ് നമ്മളുടെ മുമ്പിലെത്തുകയാണ്. അപ്പോൾ ആ ദിവസത്തിനുള്ളിൽ നമുക്ക് പഠിച്ചു തീർക്കേണ്ട കുറേ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ദിവസമുണ്ട്, അപ്പോൾ ഈ ഇത്ര മണിക്കൂറിനുള്ളിൽ നമ്മൾ മിനിമം ഒരു 1-2 ചാപ്റ്റേഴ്സ് നമ്മൾ ഓരോ ദിവസവും പഠിച്ചു പോയാൽ മാത്രമാണ് നമുക്ക് ഈ ഫൈനൽ എക്സാം ആകുമ്പോഴേക്കും നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള പോർഷൻസ് തീർന്ന് നമുക്കൊരു നല്ല മാർക്കിലേക്ക് എത്താൻ പറ്റുക. അപ്പോൾ ആദ്യത്തെ ദിവസം നിങ്ങൾ 3 മണിക്കൂർ ഇരുന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക്
നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് എനിക്ക് ഇത്ര സമയം പോരാ, എൻ്റെ പോർഷൻസ് തീരുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ തന്നെ ആ സമയം കൂട്ടിയെടുക്കുക. അപ്പോൾ ഒരിക്കലും മിസ്സ് പറയില്ല നിങ്ങൾ ഈ 3 മണിക്കൂർ അല്ലെങ്കിൽ 4 മണിക്കൂർ ഒറ്റയടിക്ക് ഇരുന്ന് ആ ബെഞ്ചിൽ നിന്ന് എണീക്കാതെ അല്ലെ അവിടെ തന്നെ ഇരുന്ന് പഠിക്കണമെന്നല്ല മിസ്സ് പറയണത്. റെഗുലറായിട്ട് ഇൻ്റർവെൽസ് എടുക്കണം, അല്ലെ നമ്മൾ കുറച്ച് മ്യൂസിക്കൊക്കെ കേൾക്കണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷേ അതെന്ത് ചെയ്യുക, കൃത്യസമയത്ത് നിങ്ങൾ ഒതുക്കി വീണ്ടും ബാക്ക് ടു സ്റ്റഡീസിലേക്ക് വന്ന് അത് കറക്റ്റായിട്ട് എൻ്റെ കുട്ടികൾ കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഇനിയുള്ള ഈ പരീക്ഷയുടെ ദിവസങ്ങൾ വരെ എൻ്റെ കുട്ടികൾ അത് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മക്കളെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ ഒരു ഫുൾ മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റും. അതിന് നിങ്ങൾക്ക് ഇപ്പോൾ ചാപ്റ്റേഴ്സ് പഠിക്കാൻ നിങ്ങൾ സ്വന്തം കഷ്ടപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്കറിയാം നമ്മുടെ ബാച്ചുകളിൽ ക്ലാസ്സുകളുണ്ട്, യൂട്യൂബുകളിൽ ക്ലാസ്സുകളുണ്ട്, ഇതെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്ത മക്കളാണെങ്കിൽ ഈ മണിക്കൂറിനുള്ളിൽ ബാച്ചിലെ ക്ലാസ് കണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റും, ലൈവുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്താൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ ബാച്ചിൽ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ള മക്കൾ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുക. ഇനി അല്ല ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കും അത് ബാധകമാണ്. ഇനി അല്ല തീരെ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല എന്നിട്ടുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം യൂട്യൂബിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ്, വൺ ഷോട്ടുകൾ അവൈലബിൾ ആണ്, അതിൽ നിങ്ങൾ ചെയ്യുക. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് ഇയർ നിങ്ങൾ അല്ലേ ഇപ്പോൾ ഈ അവസാനത്തേക്ക് വെക്കുന്ന കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് ഇയർ എന്ത് ചെയ്യരുത്, ഒരിക്കലും ആവർത്തിക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി പറയുകയാണ്, നിങ്ങൾ നെക്സ്റ്റ് ഇയർ ബാച്ചിലേക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് കിട്ടുക, ഫസ്റ്റ് തൊട്ട് തന്നെ നിങ്ങൾക്ക് ടൈം ടേബിൾ അനുസരിച്ച് ക്ലാസ്സുകൾ ഉണ്ടാവും. മൊത്തം ലൈവ് ക്ലാസ്സുകളായിട്ടാണ് നിങ്ങൾക്ക് തരിക. അതുകൂടാതെ തന്നെ അതിൻ്റെ റെക്കോർഡഡും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ലൈവ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് കണ്ടുപഠിക്കാം. ഇനിയോ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിൻ്റെ വർക്ക്ഷീറ്റ്സ് ഉണ്ടാവും, അതിൽ ആൻസറും ഉണ്ടാവും ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും അല്ലേ. അതായത് നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ബുക്ക് സെറ്റ് കിട്ടുന്നുണ്ട്, അതായത് നമ്മുടെ എക്സാമിനറിൻ്റെ ഓരോ ക്ലാസ്സിൻ്റെയും ബുക്ക് സെറ്റുകൾ, അതായത് 6ാം ക്ലാസ്സിനും 7ാം ക്ലാസ്സിനും ഇല്ല, നിങ്ങൾ മനസ്സിലാക്കുക. 8, 9 ക്ലാസ്സുകളിലേക്ക് 8ന് മുകളിലേക്കുള്ള ക്ലാസ്സുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബുക്കുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല, നല്ലൊരു മാർക്കിലേക്ക് എൻ്റെ കുട്ടികൾക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. ഇനി അല്ല നമ്മുടെ യൂട്യൂബ് ക്ലാസ്സുകൾ കണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക. എങ്ങനെയായാലും നമുക്ക് റിസൾട്ടാണ് വേണ്ടത്, എൻ്റെ കുട്ടികൾക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്രയും സമയം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് എത്ര സമയം വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചുകൊണ്ട് പഠിക്കുക, മുന്നോട്ട് പോവുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാനുള്ള അവസരമുണ്ട്. ഓക്കെ. അപ്പോൾ എൻ്റെ എല്ലാ കുട്ടികൾക്കും ഓൾ ദ വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിക്കാം.